വരുൺ ധവാൻ നായകനാകുന്ന പുതിയ ചിത്രം ഹായ് ജവാനി തോ ഇഷ്ക് ഹോനാഹിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. മൃണാൽ തക്കൂർ, പൂജ ഹെഗ്ഡെയൊക്കെയാണ് ഈ സിനിമയ്ക്കകത്തെ മെയിൻ ഹീറോയിൻസ് ആയിട്ട് വരുന്നത്. എനിക്ക് അതിൻ്റെ തമ്മിൽ കാണുമ്പോൾ ടിപ്പിക്കൽ റോംകോം. ഈ വരുൺ ധവാനിൻ്റെ 100 സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ജുദുവ എന്നാ മറ്റേ ഇലിയാന ഡിക്രൂസിൻ്റെ ഒക്കെ ഒരു പടമുണ്ട്. എന്നാൽ എന്താ മെയിൻ ഹീറോ ഹോന അങ്ങനെ എന്തോ സാധനം, ടിപ്പിക്കൽ ബോളിവുഡ് സാധനം. എന്തിനാണോ ഈ വരുൺ ധവാൻ ഇതിന് മാത്രം പടങ്ങൾ എവിടെ നിർത്തുന്നത് എനിക്കറിയത്തില്ല. ഇത്രയും പടം പൊട്ടിപ്പോയിട്ടും പിന്നെയും ഇതിൻ്റെ ഇഷ്ടം പോലെ പടങ്ങൾ. ഏതായാലും 3 മിനിറ്റുണ്ട് ട്രെയിലർ. എന്തായാലും കഥ മൊത്തം ട്രെയിലറിൽ കാണും, കണ്ടു നോക്കാം. സ്ഥിരം റോംകോം. അതെ, ഇതുവരെ കാണാത്തൊരു മാരേജിന്റെ കഥ. മൃണാൽ തക്കൂറൊക്കെ അത്യാവശ്യം നല്ല പടത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇമാതിരി പടത്തിലൊക്കെ പോയി തല വെക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. तुमसे प्यार नहीं करता? बहुत ज्यादा प्यार करता है. He wants to make love to me all the time. क्योंकि मुझे एक बच्चा चाहिए सर. I want to be a father. അടുത്തമായി Fully single. I'm gonna go get another drink then. എനിക്ക് മനസ്സിലാകാത്ത എങ്ങനെയാണെന്ന് അറിയാം, ഈ ഹിന്ദി സിനിമയ്ക്കകത്ത് നായകന്മാർക്ക് എത്ര അകലെയാണെങ്കിലും കറക്റ്റ് നായകനെ 1000 ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയാണെങ്കിൽ പോലും നായകനെ കറക്റ്റ് സ്പോട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റും. നായകനെ കാണുമ്പോൾ അപ്പം തന്നെ പ്രേമം വരുന്നു. ഇത് ഏത് പാരലൽ വേൾഡാണ് ഇന്നും മനസ്സിലാകുന്നില്ല. ദുരന്തർ 2 വന്ന ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ ഇവരെല്ലാം കൂടെ തിരിച്ചു വിടും. ടിപ്പിക്കൽ റോംകോം. Excuse me? पानी? Yeah, Jana, still your wife. वैसे तुम यहाँ क्या कर रही हो? I'm pregnant. Congratulations. Who's the boy? I'm pregnant. पर मैंने प्रोटेक्शन यूज किया था. हाँ तो प्रोटेक्शन फेल हो गया. अरे ऐसे कैसे फेल हो सकता है? प्रोटेक्शन का काम है प्रोटेक्ट करना. Let's go. तूने शादी से पहले मेरी बहन को किस्मत मेरे बच्चे को मौका दे रहे कि वो मेरी നല്ല ഫ്രഷ് കഥ. अटेंड करें सर. मामा रंधावा की गोदी में भांजा रंधावा सर. ഇവന്റെ തന്നെ ഒരു പടമുണ്ട്, ഇലിയാന ഡിക്രൂസ് ഒക്കെ നായകൻ. മറ്റേ പടത്തെ പേര് സെയിം സ്റ്റോറി തന്നെ ഉണ്ട് ഇതും. അതിന്റെ പേരെന്തായിരുന്നു? ഒരു പടമുണ്ട്, ഹീറോ എന്താണ് പടത്തിന്റെ പേര് വിട്ടുപോയി. അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് പടത്തിന്റെ പേരൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിലുള്ള ഒടുക്കത്തെ മറവായിരിക്കും. മെയിൻ തെര ഹീറോ ആ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിന്റെ ഏകദേശം സെയിം ഡിറ്റോ കോപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു 10 പാട്ടും പണ്ടത്തെ ബോയിങ്ങിലൊക്കെ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സെയിം സാധനം. പണ്ടത്തെ നമ്മുടെ ബോയിങ്ങിനകത്ത് ലാലാട്ടം കാണിക്കുക. അതൊക്കെ അന്നത്തെ കാലത്തിലെ കാണാൻ രസം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോഴും ബോളിവുഡ് ഇൻഡസ്ട്രി മാൻ. ഇപ്പൊ തന്നെ നല്ല ബോറടിച്ചു. ഒരു സിനിമയുടെ പകുതി കണ്ടൊരു ഫീലാണ് ഈ പടം. ഇനി നമ്മൾ ഈ സിനിമ പോയി കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫുള്ളി ട്രെയിലറിലുണ്ട്. എനിക്കറിയാതെ ഇവന്മാരെന്തിനാണ് ഈ ട്രെയിലർ ഇത്രയും കഥ മൊത്തം എടുത്ത് ഒന്നോ 1 മിനിറ്റോ 2 മിനിറ്റോ എല്ലാം കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് എടുത്താൽ പോയി. ഒന്നാമത് ഈ സാധനം വരാൻ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ കഥ എന്തായിരിക്കും. ഇതിനകത്തൂടെ കാണിച്ചു കഴിയുമ്പോൾ പിന്നെ ഇത് പോയി കാണേണ്ട ആവശ്യമുണ്ടോ? കുറേ കാറും ഇത് നമ്മുടെ കൈലാസനകത്തെ സീത, കൈലാസന സീത, കൈലാസ സതി എന്നാ മൗനി റോയ്. वाह, दिल्ली दिल वालों की और लंदन लेट इट बी माँ. इसके 2 लफड़े हैं, 2 बच्चे होने वाले हैं. I am going to expose this fraud. कभी हंसना है, कभी रोना है, कभी हंसना है, कभी रोना है. जसवा बाबू डबल ट्रबल स्टोरी मिल होता है. टेक्सटाइल मिल, ट्रेड मिल और पहरा के मिल. കുറേ പാട്ട്, കുറേ അളിഞ്ഞ കോമഡികൾ,
അവസാനം ശുഭക്കാടും. अरे लंदन है लंदन यार, दादर स्टेशन थोड़ी है कि बालियां भी एक दूसरे से टकरा जाएंगे. ഡേവിഡ് ധവാൻ, ഇത് വരുൺ ധവാൻ്റെ ആരെങ്കിലും ആണോ? ഡേവിഡ് ധവാൻ, എനിക്ക് തോന്നുന്നത് വരുൺ ധവാനോ അല്ല, ചേട്ടനോ അനിയനല്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് മനസ്സിലാകാത്ത ഈ പുള്ളിക്ക് ഇതിന് വന്ന സിനിമ എവിടെ നിന്ന് എടുത്ത്? ഇങ്ങേർക്കും ടൈഗർ ഷ്രോഫിനും ഒരു കഴിവുമില്ല. ഇങ്ങനെ പിന്നെ സീരിയസ് റോൾ ചെയ്യാന്നല്ല വരുൺ ധവാൻ. വരുൺ ധവാൻ്റെ ജീകർദ അല്ല എന്നാ പടത്തിൻ്റെ പേര്, മറ്റേ ജീകർദ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉള്ള സിനിമ ഉണ്ട്. സീരിയസ് റോളിന് അത്യാവശ്യം നല്ലതാണ്. ഈ ടിപ്പിക്കൽ റോം കോം ചെയ്ത് ഒന്നോ രണ്ടോ ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഈ ഓവറാക്കിക്കൊണ്ടുള്ള ഫീലാണ് എനിക്ക് വരുൺ ധവാൻ്റെ സീരിയസ് റോൾ. പിന്നെ വരുൺ ധവാൻ കിടിലം പടമാണ് ഒക്ടോബർ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. കിടിലം പടമാണ് ഒക്ടോബർ. അതിനകത്തൊക്കെ പെർഫെക്റ്റ് അഭിനയം പുള്ളിക്ക് എനിക്ക് പിന്നെയും കഴിവുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ ടൈഗർ ഷ്രോഫിന് കടുവേണൻ എങ്ങനെ ഈ പടം കിട്ടുന്നത് എനിക്കറിയാതെ. എപ്പോൾ പോലും ഒരു ബാക്ക് ഫ്ലിപ്പും ഒരു പുള്ളി വെറുതെ നടക്കാറില്ല. പുള്ളി നമ്മുടെ മറ്റേ സിംഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ആ അക്ഷയകുമാർ ഇവരെല്ലാം കൂടെ ഉള്ള ഒരു പടം. അതിനകത്ത് പുള്ളി ജസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കാലും കറക്കി വെച്ച് ചാടിക്കില്ല. എനിക്കറിയില്ല പുള്ളിയുടെ. എനിക്ക് ടൈഗർ ഷ്രോഫിനെ ഞാൻ കണ്ടത് നല്ല പടം ഒന്ന് ബാഗി ഫസ്റ്റ് നല്ല പടമായിരുന്നു. ഞാൻ ആ പടം കണ്ടേ, പുള്ളിയുടെ നല്ല പടം. പിന്നെ കണ്ട ബാഗി സെക്കൻഡ് കുഴപ്പമില്ല. തേർഡ് ഫോർത്ത് ഒരു രക്ഷയില്ല. എൻ്റെ മോനെ കാണാൻ പോലും പറ്റത്തില്ല. തേർഡ് ഫോർത്ത് ഒരു വകയ്ക്കും കൊള്ളത്തില്ല. സഞ്ജയത്തിൻ്റെയൊക്കെ കൊണ്ട് ഇറക്കിയേക്കുന്ന പടം. പിന്നെ ടൈഗർ ഷ്രോഫിൻ്റെ ഒക്കെ പിന്നെ അതാ എനിക്ക് ഈ വരുൺ ധവാൻ്റെ സിനിമയ്ക്ക് അത് ടൈഗർ ഷ്രോഫിൻ്റെ കുറ്റം പറയുക എന്നാലും കാര്യമില്ല. എല്ലാം ഒരേ കണക്കിന്. ഈ ടൈഗർ ഷ്രോഫിൻ്റെ ഏറ്റവും ഈ കിട്ടുന്നതിൻ്റെ പകുതിയുടെ പകുതികളിലും കിട്ടാതെ വേറെ ആക്ടറുണ്ട്. പുള്ളിയുടെ ബെസ്റ്റ് വെർഷൻ, ടൈഗർ ഷ്രോഫിൻ്റെ ബെസ്റ്റ് വെർഷൻ വിദ്യുത് ജമാൽ. പുള്ളിക്കൊരു സിനിമ പോലും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. പുള്ളി എന്ത് കഴിവുള്ളൊരു ആക്ടറാണെന്നറിയോ? പുള്ളിക്കൊരു സാധനവും കിട്ടുന്നില്ല. കുറച്ച് വല്ല വില്ലൻ വേഷം പരിപാടിയും കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടവരായിട്ട് യൂസ് ചെയ്യുന്നുമില്ല. കഴിവില്ലാത്തവരെ ഇങ്ങനെ പിടിച്ച് പൊക്കിക്കൊണ്ടിരിക്കും. ടൈഗർ ഷ്രോഫിന് എനിക്കറിയത്തില്ല ഇതിന് മാത്രം പടം കിട്ടുന്നത്. അതുപോലെ തന്നെ വരുൺ ധവാൻ. പിന്നെ വേറൊരു പുള്ളിയുണ്ട്, ആ പുള്ളിയുടെ പേര് നമ്മളെ ഹാഫ് ഗേൾ ഫ്രണ്ടിനകത്തേക്കാം. എന്തായാലും ഞാൻ പേര് മറന്നു. ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ പേര് മറന്നു പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹായ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹേട. ട്രെയിലർ കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഈ ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മാന്യമായിട്ട് രേഖപ്പെടുത്തുക. കാരണം എനിക്കറിയാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്ലിക്സ്.